ഹായ് ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്രിപ്റ്റോനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് കോയിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ XRP ഉണ്ട്, സൊളാന ഉണ്ട്, BTC ഉണ്ട്, കാർഡാനോ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ എൻ്റെ അനാലിസിസും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ബുൾ റൺ സ്റ്റാർട്ടായിട്ടല്ലേ നീ പറയുന്നത് എന്ന് തോന്നാം. പക്ഷേ 1 ഇയർ മുന്നേ ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. അത് യൂട്യൂബിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് വിഷ്ണു TT. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം നമുക്ക് BTCയുടെ ഒരു അനാലിസിസ് നോക്കാം. BTC ഞാനൊന്ന് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ചാർട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയും നാളും ക്രിയേറ്റ് ചെയ്ത ആ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ 2023 ഒക്ടോബർ നവംബർ ആ സമയത്താണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100K മുതൽ ഒരു 150K വരെ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനും ഇപ്പോഴും വിചാരിക്കുന്നത് ഒരു 150Kയിലേക്ക് BTC മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും സമയം എടുക്കും. ഇപ്പോൾ ആൽവിൻ സൈക്കിൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ BTCനെ കുറിച്ചല്ല ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ BTC ഇങ്ങനെ ഒരു ബുൾ റൺ അല്ല ആൽവിന് ശേഷം ഒരു ബുൾ റൺ തരുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള കുറച്ച് കോയിൻസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക കോയിൻസും നല്ല രീതിയിൽ ചിലപ്പോൾ 1000% റിട്ടേണോ അല്ലെങ്കിൽ 250, 500, 3000% അത്രയും വലിയ റിട്ടേൺസ് തരാറുണ്ട്. അപ്പോൾ ഞാനത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കോയിൻസിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാറില്ല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതാണ് XRP എന്നുള്ളത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഡിലീറ്റ് പോയതാണ്. അപ്പോൾ ഇനി എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നാളും XRPയുടെ നമുക്ക് ഏതാണ് ഓൾ ടൈം ഹൈ ആയിട്ട് നിൽക്കണം നോക്കാം. ഇവിടെ XRPയുടെ ഓൾ ടൈം ഹൈ ആയിട്ട് നിൽക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇതാ $1.9 ആ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് തൊട്ട് മുൻപ് അത് ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗം. ഇതിനൊക്കെ നല്ല രീതിയിൽ ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആണല്ലോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിനും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ലൈൻസും കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങളിപ്പോൾ ആ ഒരു അനാലിസിസും കാര്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ BTC ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ കോയിൻസ് തീർച്ചയായിട്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഞാൻ XRPയിൽ കുറച്ച് ദിവസം മുന്നേ നോക്കിയിട്ട് എനിക്ക് അറൗണ്ട് ഒരു 40% മുകളിൽ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സ്റ്റിൽ അത് മിനിമം മൂവ്മെൻറ്റ്, ഇവിടേക്കുള്ള ഒരു മിനിമം മൂവ്മെൻറ്റ് ഒരു 73% മിനിമം മൂവ്മെൻറ്റ് നമുക്ക് ഇനിയും ഈ XRPയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറേ ബോറടിപ്പിച്ച് വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുപോകില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം. അപ്പോൾ ഇതേപോലെ ഉള്ളത് ഇനി സൊളാനയാണ്. സൊളാനയുടെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ സൊളാനയ്ക്കും ഇനി ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഞാൻ പറയുന്നത് ഇത്രയും മൂവ് ചെയ്യുള്ളൂ എന്നല്ല, ഏറ്റവും മിനിമം മൂവ്മെൻ്റ് ആണ് പറയുന്നത് 20%. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്കൈ റോക്കറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഏതൊരു കോയിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈസ് ഓരോ ഹാൽവിൻ സൈക്കിൾ അത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പുതിയ ലെവൽസ് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്രിപ്റ്റോൻ്റെ റൂൾ. അല്ലാണ്ട് ബൈ ദ ഡിപ്പ് അതന്നെ ഉള്ളൂ. എന്നിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യുക, അതാണ് ക്രിപ്റ്റോ ഉള്ളത്. ഇപ്പോൾ സൊളാനയുടെ പിന്നെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ റീടെസ്റ്റ് വന്നു അല്ലെങ്കിൽ വരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ സ്വന്തമായിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ അങ്ങനെ വന്നവരൊന്ന് വിളിച്ച് പറഞ്ഞു വിചാരിച്ചിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോണ്ട് ബിലീവ് എനിവൺ. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ട്രോങ് റിസൾട്ട് ഇനി ഇഷ്ടം പോലെ ബാക്കി തരാൻ പോകുന്ന ഒരു കോയിൻ കാർഡാനോണ്. കാർഡാനോയിൽ ഇത്രയും നാളും തൊട്ട് മുന്നത്തെ 2024 ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്കൈ റോക്കറ്റിംഗ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാർഡാനോയിൽ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഞാൻ ചെറിയ എമൗണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആകെ ഒരു ഇതിൽ കാർഡാനോയിൽ മാത്രം എനിക്ക് തോന്നുന്നു 100% അടുത്ത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മിനിമം പ്രതീക്ഷിക്കാവുന്ന അറൗണ്ട് ദിസ് ഏരിയ അപ്പോൾ ഒരു 300% റിട്ടേൺ, ഒരു കൈൻഡ് ഓഫ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിട്ടേൺ നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ പിടിച്ച് കിട്ടാത്ത പോലെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗാംബ്ലിംഗ് എന്നുള്ള സംഭവം ഇവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ല ആ പൈസ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആരും ഇതിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ, റിപ്പിൾ, സൊളാന, കാർഡാനോ, മേ ബി 4 പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്കറിയാം ഇതെല്ലാം കൂടിയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ ഷൂട്ട് ചെയ്യും. ഇത് പിന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ ഇത്രയും അധികം റിട്ടേൺ അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഒരു 10 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വളരെ വലിയ റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ടാവുക. ഒരു കൈൻഡ് ഓഫ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 lakh rupees ഉള്ളതെങ്കിൽ 1 ലക്ഷം മൊത്തം കൊണ്ട് കാർഡാനയിൽ കൊണ്ടിടാതിരിക്കുക. അറ്റ്ലീസ്റ്റ് അപ്പോൾ ഒരു 5 or 10 ക്രിപ്റ്റോ കറൻസീസിലേക്ക്, ഓൾ കോയിൻസിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോസിലേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിച്ച് എക്സിറ്റ് ചെയ്യാനോ പാനിക് ആവാനോ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഏറ്റവും റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ക്രിപ്റ്റോ കറൻസി. ഹൈ റിസ്ക് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് റിവാർഡ് തരാനായിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡും ഇല്ല. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു പോയിൻ്റിൻ്റെ അപ്പുറത്തേക്ക് ഗാംബ്ലിംഗ് ആണ്. കേട്ട് പോയിട്ട് ഇപ്പോൾ ഉള്ള എമൗണ്ട് കൊണ്ട് അതിൽ ഇടണ്ട, ടെൻഷൻ കിട്ടും. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് മാത്രം ഇതിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറിയിരിക്കുക. അപ്പോൾ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം.